പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഫ്രാൻസിസ് പാപ്പ നവീകരണ ശുശ്രൂഷയിലുള്ളവരോട് പറയുന്നു, സഭയിലുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരിക്കൽ പറഞ്ഞു, സകലരും സഹോദരങ്ങളും ഭൂമി നമ്മുടെ പൊതുഭവനവുമാണ്. സ്നേഹമുള്ളവരെ, വെളിപാട് 22:17 തിരുവചനം, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നമുക്കായി ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എഫെസൂസ് 2:10. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രത്യേക ദൗത്യം ദൈവം നിർദ്ദേശിച്ചിട്ടുണ്ട്. നാം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചെറിയവൻ മുതൽ വലിയവൻ വരെ ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം നമുക്കൊന്ന് ശ്രദ്ധിക്കാം, നമ്മെ തന്നെ പരിശോധിക്കാം. എന്ത് നന്മയാണ് എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ ജോലിയിൽ തന്നെ ആത്മാർത്ഥതയാകാം, മറ്റ് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതാകാം, അതിലൂടെ അനേകർക്ക് നന്മ പ്രദാനം ചെയ്യുന്നതാകാം. എന്തുമാകട്ടെ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവീക പദ്ധതികളോട് ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണ്ടേ? പരിശ്രമിക്കാം.